ഇത്രയും കാലം ഈ വീട്ടിൽ മേഘന കാരണം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ? പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീയും പുതിയ വഴി ഒരുക്കുകയാണോ? ഇവിടെയുള്ളവരുടെ ചരിത്രം അന്വേഷിക്കാൻ നിന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നോക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും എന്റെ ഡാഡ് മോമു ഇവിടെയുണ്ട്. കൊള്ളാം, മിടുക്കാൻ തന്നെ. സമ്മതിച്ചു വന്നിരിക്കുന്നു. ഒരു ഡിവോഴ്സ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് മറ്റൊരു പെണ്ണുമായിട്ട് നിങ്ങളുടെ കല്യാണ നിശ്ചയം എവിടെ നടത്തുന്നത്? എന്തിനാ നടത്തുന്നതെന്ന് വാ തുറന്ന് ചോദിക്കാൻ പോലും കഴിവില്ല. നിങ്ങൾ എന്റെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിക്ക് വല്ല വിലയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നിശ്ചയം വേണ്ടത് പറയാനുള്ള ആണത്തെങ്കിലും നിങ്ങൾ കാണിച്ചേനെ. അത് വിട്ടിട്ട് ഞാൻ എന്റെ ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുമ്പോ അത് ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. എന്തൊരു ജന്മായിട്ടാ നിങ്ങള്. ഒന്ന് നിർത്തുന്നുണ്ട് ചാരുമതി. ഇത്ര നേരം നിന്റെ അധിക പ്രസംഗവും കേട്ടോണ്ട് നിന്നു. നിന്റെ ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാരമായി തീർന്നപ്പോ അതിനൊരു വാലിന്റെ കുറവ് തീർക്കാൻ വന്നതാണോ നീ? നീ നോക്ക്, കോടതി വിധി ഉള്ളത് കൊണ്ട് മാത്രം ആ ഡിവോഴ്സ് കിട്ടുന്നത് വരെ നിന്റെ ചേച്ചി ഞങ്ങൾ സഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നന്ദൻ ഫാമിലിയുടെ മരുമകൾ എന്ന സ്ഥാനം അവൾക്ക് കൊടുക്കാൻ തയ്യാറല്ല. മനസ്സില്ലാത്തടത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിന്റെ ചേച്ചിയാ. വിവാഹമോചനം ഒന്ന് കഴിഞ്ഞോട്ടെ, അവളെ ഞാനിവിടെ നാട്ടി പുറത്താക്കും. ഇനി എന്തിനു വേണ്ടിയ നീയും നിന്റെ ചേച്ചിയും കൂടി ഇവിടെ കിടന്നിങ്ങനെ പ്രകടനം നടത്തുന്നത്? വലിയ വീട്ടിലെ മുതലാളിയമ്മ സ്ഥാനത്തിന് തക്കവണ്ണം തന്നെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു പാവം ജന്മത്തെയാണ് ഉറുമ്പിനേക്കാളും കഷ്ടമായി ചവിട്ടി അരച്ചേക്കാന്ന് വീരവാദം മുഴക്കുന്നത്. നിങ്ങളെ പോലൊരു അമ്മായിയമ്മയ്ക്ക് എന്റെ ചേച്ചിയെ പോലൊരു പാവം പെണ്ണ് മരുമകളായി കേറി വന്നതിന് ചേച്ചിയുടെ വിധിയെ മാത്രമേ ഞാൻ പഴിക്കുന്നുള്ളൂ. പക്ഷെ ആന്റി, ഒരു കാര്യം മാത്രം മറക്കാതിരുന്നാ കൊള്ളാം. കർമ്മഫലം നമ്മുടെ പുറകെ ഉണ്ടാവും. നിലച്ചിരിക്കാത്ത നേരത്തെ ജീവിതം മാറി മറിയുമ്പോ ക്ഷമിക്കുവാനും സഹിക്കുവാനും വിട്ടുകൊടുക്കാനും ദൈവം തരുന്ന അവസരം തിരിച്ചറിയാണ്ട് തണ്ട് കാണിച്ച് ഡയലോഗും പറഞ്ഞു നിന്നതുകൊണ്ട് ഒരു കുടുംബവും നന്നാവാൻ പോകുന്നില്ല. മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആന്റിയുടെ വാക്കുകൾ എന്നെ അതിശയിപ്പിക്കുന്നു. ചാരുമതി, എന്റെ ചേച്ചിയോട് തർക്കുത്തരം പറയുന്നോ? നിന്നെ കാണുന്ന കയ്യിന്ന് വിട് മേഘനെ. വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ചെറുമേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അനുജത്തിയെ തല്ലാനോ ഒന്ന് തൊടാനോ പോലുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നുള്ള കാര്യം മറക്കണ്ട. മേഘനെ, ചേച്ചിയുടെ അനിയത്തിയുടെ അഭിനയൊന്നും മതിയാക്ക്. ഈ എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ ഒരു തടസ്സം ഉണ്ടാക്കരുതെന്നും ആരും അതിന് ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷവും നിന്റെ അനിയത്തിക്ക് ഇതൊക്കെ ഒപ്പിക്കാനുള്ള ധൈര്യം എവിടെ നടി കിട്ടിയത്? ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ച് തറ പറ്റിക്കാൻ നടക്കുവാണോ? സ്വന്തം ചേച്ചിയുടെ ജീവിതം വഴിയാതാരാവാതിരിക്കാൻ വേണ്ടി അവളാൽ കഴിയുന്നത് അവള് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി.
ആയിക്കോട്ടെ മേഘനെ, എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കരുത്, എന്റെ ചേച്ചിയുടെ ജീവിതം വഴിയാധാരാവരുത് എന്ന് ചാരു വിചാരിച്ചത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനവള് സ്വീകരിച്ച മാർഗമാണ് തെറ്റ്. ഒരു ജഡ്ജിയെ നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ അവരുടെ മുമ്പിൽ ഞങ്ങളെ കുറ്റവാളികളായി ചിത്രീകരിച്ചതാണ് തെറ്റ്. ചേച്ചിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ മറ്റൊരു മാർഗവും ഇല്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ താലി കെട്ടിയ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് രഹസ്യക്കാരിയായിട്ട് ഇങ്ങനൊരു നിശ്ചയം നടത്താൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുമായിരുന്നോ? എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന താലിയെ കളിയാക്കിയപ്പോ അത് തെറ്റാണെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? എന്നോടൊപ്പം ജീവിച്ച ജീവിതത്തെ കാലുകൊണ്ട് തട്ടിക്കളിച്ചപ്പോ അത് തെറ്റാണെന്ന് തോന്നിയില്ലേ? സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ മേഘനെ? മിഥുനുമായിട്ട് ഈ വീടുമായിട്ടും ബന്ധം വേണ്ടെന്ന് വെച്ചതിന് ശേഷമല്ലേ ഡിവോഴ്സിന് നീ അപ്ലൈ ചെയ്തു തന്നെ? ഇനി മിഥുൻ ആരെ വിവാഹം കഴിച്ചാൽ നിനക്കെന്ത് ചെയ്താം? അവൻ ആരുടെ കൂടെ ജീവിച്ചാലും നീ എന്തിനു വിഷമിക്കണം? നിനക്ക് തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാനും തോന്നുമ്പോ വേണമെന്നും പറഞ്ഞ് കേറി വരാനും ഇതെന്ന് വെള്ളരിക്കപ്പെടുന്നതാണോ? നിന്റെ പ്രോബ്ലം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ മഞ്ജരി, വിവാഹമോചനത്തിന്റെ അവധി കഴിയുന്നതുവരെ ഞാൻ മിഥുനേട്ടന്റെ ഭാര്യ തന്നെയാ, ഈ വീട്ടിലെ മരുമകള് തന്നെയാ. ഞാൻ ഈ വീട്ടിലെ മരുമകളായി ഇരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിലെ സകല ഉത്തരവാദിത്വങ്ങളും അന്തസ്സും അഭിമാനവും പേരും പ്രശസ്തിയും എല്ലാം രക്ഷിക്കേണ്ടതും എന്റെ കടമയാണ്. ഓഹോ, ഇങ്ങനെ ഒരു ജഡ്ജിയെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാരെയും കുറ്റവാളിയാക്കി നിർത്തി ഈ വിധത്തിലാണ് നീ കുടുംബത്തിന്റെ മാനം രക്ഷിക്കുന്നേ? പോലീസും കോടതിയും ജഡ്ജും ഇവിടെ കയറി നിരകാൻ നീയല്ലേ കാരണം? ഇങ്ങനെയാണോ ഈ വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? പ്രിയമത ചെറുമേ, എന്റെ അനിയത്തി പോയി ജഡ്ജിയെ വിളിച്ചുകൊണ്ടുവന്ന് നിശ്ചയം മുടക്കിയത് മാത്രമേ നിങ്ങളുടെ കണ്ണിൽ കാണുന്നുള്ളോ? ജഡ്ജി ഇവിടേക്ക് വന്നതുകൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ നന്മ എന്താണെന്നതിനെ കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? എന്ത് നന്മയുണ്ടായിരുന്നോ? എന്താണാവോ നന്മ? ഈ ചടങ്ങ് നടക്കുന്നതിന് മുൻപ് എല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് കേസും കോടതിയായിട്ട് നടക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ജഡ്ജിയുടെ അടുത്ത് എത്തുന്നതെങ്കിൽ കുടുംബം അടക്കം പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടി വരില്ലായിരുന്നോ? ഇപ്പൊ ജയിലിൽ കിടന്ന് അടിയെണ്ണിക്കൊണ്ട് അന്താക്ഷരിയും കളിച്ച് ജീവിക്കാമായിരുന്നു. ഒരു സംഭവത്തിലെ നന്മകൾ ഒന്നും കണക്കിലെടുക്കാതെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്താൻ എങ്ങനെ മനസ്സ് വരുന്നു? ശരിയാണ്, മേഘന പറഞ്ഞതാണ് ശരി. അരുണിമയാണ് ആലോചിക്കാതെ എടുത്തിയാടിയത്. കോടതിയുടെ തീരുമാനത്തെ നമ്മൾ ധിക്കരിക്കുന്നത് തെറ്റാണെന്നുള്ളത് അറിയില്ലേ? നിശ്ചയത്തിന് മുമ്പ് തന്നെ ജഡ്ജി ഇങ്ങോട്ടേക്ക് എത്തിയത് കൊണ്ട് മേഘനയ്ക്ക് ജഡ്ജിനോട് പറഞ്ഞു നിൽക്കാൻ പറ്റി. നമ്മുടെ നേരെ കേസെടുക്കാതെ രക്ഷപ്പെടുത്താനും പറ്റി. എങ്ങാനും നിശ്ചയം നടന്നതിന് ശേഷമാണ് ജഡ്ജി ഇവിടെ കയറി വന്നിരുന്നതെങ്കിലോ അപ്പം നമ്മളെ എല്ലാവരെയും ഗാർഹിക പീഡനത്തിന്റെ പേരിൽ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അവിടെ കൊണ്ടും കാര്യങ്ങളൊന്നും തീരില്ല. മീഡിയയും പത്രവും എല്ലാം വിവരം അറിയും. ജയദേവൻ പറഞ്ഞതിലും കാര്യമില്ലേ അരുണിമേ? നിനക്ക് മഞ്ജരിയെ തന്നെ മരുമോളായി വേണോന്നുണ്ടെങ്കിൽ ഇവരുടെ ഡിവോഴ്സ് വരെ കാത്തേ പറ്റൂ. ഇനി ഇവർക്കിടയിൽ ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനു പകരം നിന്റെ ഈ എടുത്തിയാട്ടവാ എല്ലാത്തിനും കാരണം. ഇപ്പൊ കുടുംബമാനം പകുതി പോയ പോലെ ആയില്ലേ? അമ്മ എന്താ പറയുന്നത്? വീട്ടിലുള്ളവർക്ക് എത്രമാത്രം അപമാനം ഉണ്ടായത് അതിനെക്കുറിച്ചൊരു വാക്ക് പറയാനില്ല. പകരം ഇവര് ചെയ്യുന്നതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാണല്ലോ എല്ലാരും. ആരെന്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ ഈ പ്രവൃത്തി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങൾ മനഃപൂർവ്വം എനിക്കിട്ട് താങ്ങിയതാ.
മരണം വരെ ഞാനിത് മറക്കില്ല. ഇതിനൊരു ക്ഷമയും ഉണ്ടാവില്ല. കേട്ടല്ലോ മേഘനെ, നീയും ചാരുവും എന്തോ വലിയ വിജയം നേടിയെന്നല്ലേ വിചാരിക്കുന്നേ? പക്ഷെ അതൊക്കെ വെറുതെ ആണെന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഈ കുടുംബത്തിലെല്ലാവർക്കും നിങ്ങളോട് രണ്ടുപേരോടുള്ള വിദ്വേഷം കൂടിയിട്ടേ ഉള്ളൂ. മേഘനെ, ചാരു, സമയം നോക്കി നിങ്ങൾ ഒരുക്കി ഈ ചിതയിൽ എന്റെ ജീവിതമാണ് ഇന്ന് കെട്ടടങ്ങിയത്. നിങ്ങളെ ഞാൻ അത്ര പെട്ടെന്ന് വിടുമെന്ന് കരുതണ്ട. മൈൻഡ് ഇറ്റ്. മോം, ഇനി ഇവിടെ ചിലപ്പോ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചു നിരിക്കും. വന്നേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അതിന് നിക്ക്. ഇപ്പൊ പോന്ന എന്തിനാ? ഐ നീഡ് സം ബ്രേക്ക് ആന്റി. മോം, വന്നേ. മഞ്ജരി, ചാരു, നമ്മുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറയാനിരിക്കുകയായിരുന്നു ഞാൻ. എല്ലാരെയും കൊണ്ട് സമ്മതിപ്പിച്ച് നിന്നെ കല്യാണം കഴിക്കാമെന്ന് കരുതി. നീ ഇത്രയും വലിയൊരു കോലാഹലം ഇവിടെ ഉണ്ടാക്കിയ ശേഷം ഇനി എനിക്കതിനൊരു ചാൻസ് കിട്ടുമോ എന്തോ. നീ ചെയ്തത് എന്തായാലും വലിയ ബുദ്ധിമോശമായിപ്പോയി. എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം കണ്ണാടി ചില്ല് പോലെ താഴെ വീണ് ഉടഞ്ഞിരിക്കുക. ചാരു, നീ എന്റെ കൂടെ വന്ന് പറയട്ടെ. എന്റെ ഭഗവാനെ, എന്തായാലെന്താ, നിശ്ചയം മുടങ്ങി കിട്ടിയല്ലോ. പകുതി പ്രശ്നങ്ങൾ അവിടെ തീർന്നു. അത് സത്യമാണ് വിളിച്ച. നിശ്ചയം അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഈ വീട് പിന്നെ ഒരു യുദ്ധക്കളവായി മാറിയനെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാന്തി പറിക്കാനും തുടങ്ങും. എന്തായാലും നന്നായി. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ആ സമയത്ത് ജഡ്ജിന് ഇങ്ങ് വരാൻ തോന്നിയത്. നല്ലോണം താക്കീത് കൊടുത്തിട്ടോ പോയിരിക്കുന്നേ. ഇപ്പോഴാ എന്റെ മനസ്സിന് സമാധാനമായത്. എന്നോട് ക്ഷമിക്കണം ചേച്ചി. ചേച്ചിയോടൊരു വാക്ക് പോലും ചോദിക്കാണ്ട്, അഭിപ്രായം പോലും അറിയാണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റാ. പക്ഷെ ചോദിച്ചാലും കാര്യമില്ലെന്ന് എനിക്കറിയാം. ചേച്ചിയായിട്ട് ഒരു കാര്യം ചെയ്യുകയില്ല, മറ്റുള്ളവരെ അനുവദിക്കുകയില്ല. എന്തെങ്കിലും ചോദിച്ചാ മറ്റുള്ളവര് വിഷമിക്കും, അവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ വലിയ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തും. അതുകൊണ്ടാ ചേച്ചി ഞാൻ പറയാതിരുന്നത്. അവസാന നിമിഷം ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ തോന്നിയത്. ഞാനീ ചെയ്ത കാര്യം ചേച്ചിക്ക് തെറ്റായി തോന്നുന്നുണ്ടല്ലേ? നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ഗവേഷണം ചെയ്യുന്നില്ല. പക്ഷെ നിന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ മോളെ നീ അതെല്ലാം ചെയ്തത്. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടി നീ ചെയ്തൊരു വലിയ സാഹസം. എന്റെ അനിയത്തിയുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിലെ തെറ്റും ശരിയൊന്നും എനിക്കറിയില്ല. ചേച്ചി എല്ലാരും കൂടി ചതിക്കാന്നറിഞ്ഞപ്പോ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഒരിക്കൽ എല്ലാവരും കൂടി ചതിച്ചതാ, പിന്നെ ഇത് ആവർത്തിക്കുമ്പോ സഹിക്കാൻ പറ്റിയില്ല ചേച്ചി. എല്ലാം അറിഞ്ഞുകൊണ്ട് ചേച്ചി നിസ്സഹായതയോടെ നിൽക്കുമ്പോ എനിക്കും വെറുതെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? ജഡ്ജി എന്ന് തുറുപ്പ് ചീട്ട് കയ്യിലെടുത്തതിന് ക്ഷമിക്ക്. സാരല്ല ചാരു, അതുകൊണ്ട് നല്ലത് തന്നെയാണല്ലോ നടന്നത്. അങ്ങനെയെങ്കിലും മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും നിശ്ചയം മുടങ്ങി. അവള് കാരണം ഉണ്ടാവാനിരുന്ന വലിയൊരു അപകടം ഇപ്പൊ മാറിപ്പോയി കാണും. അതുകൊണ്ട് തന്നെ നിന്റെ തീരുമാനത്തെ ഞാൻ ആദരിക്കുന്നുണ്ട്. നീ ചെയ്തത് തന്നെയാണ് ചാരു ശരി. താങ്ക്സ് ചേച്ചി, മനസ്സിലാക്കിയല്ലോ എന്നെ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എങ്ങാനും പറയാമെന്ന് ഓർത്ത് ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇല്ല ചാരു, കുറ്റാരോപിതയാക്കാനും മാത്രം തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. ഈ അടുത്ത കാലത്തൊന്നും നീ ഇവിടേക്ക് തിരിച്ചു വരരുത്. ഈ വീടിന്റെ പരിസരത്ത് പോലും നിന്റെ നിഴല് വീഴരുത്. മറിച്ചായ എല്ലാവരും എന്നെക്കാളും നിന്നെ ബലിയേടാക്കാൻ കാത്തിരിക്കാം.
കഴിവതും നിന്നെ അവർ അപമാനിക്കാൻ ശ്രമിക്കും. എനിക്കത് താങ്ങാനാവില്ല. സാരമല്ല ചേച്ചി, ഈ വീട്ടിലുള്ളവരെ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അവരുടെ വെറുപ്പും വിദ്വേഷവും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരെല്ലാവരും ചേച്ചിയെ മനസ്സിലാക്കിയാൽ മാത്രം മതിയായിരുന്നു. ഈ വീട്ടിലെ മരുമകളായി അംഗീകരിച്ചാൽ മതിയായിരുന്നു. നിന്നെ പോലെ ഒരു സഹോദരി ഉണ്ടായാൽ മതി ചാരു. ലോകത്തുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ എന്നെ കൊണ്ട് കഴിയും. എത്ര വലിയ വീഴ്ചയിൽ നിന്നും വീണ്ടും എഴുന്നേറ്റോടാനുള്ള ശക്തി എനിക്ക് കിട്ടും. മറ്റാരും എന്റെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വീണ്ടും എന്നിൽ ഉടലെടുക്കുന്നു. ഇന്നിപ്പോ എന്നെ കാരണമാണോ അങ്ങനെ ഒരു തോന്നലുണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷെ ചേച്ചി മാത്രം ഈ വീട്ടിലെ നല്ലൊരു മരുമകളായി എന്നും ജീവിക്കണം. മിഥുനേട്ടൻ ചേച്ചി എന്നും ഭാര്യയെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായി കഴിയാൻ പറ്റൂ. എന്നാ ശരി ചേച്ചി, ഞാനെന്നാ വീട്ടിലേക്ക് പോട്ടെ. ശരി ചാരു. ചാരു, വിവേക്, ചാരു, വിവേക് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. വിവേക്, ചാരുവിനെ ഡ്രോപ്പ് ചെയ്യുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഏയ് അങ്ങനെയൊന്നും ഏട്ടത്തി. ചേച്ചി അതൊന്നും വേണ്ട. അറിയാൻ പാടില്ലാത്തൊരിടത്തേക്കല്ലല്ലോ ഞാൻ പോകുന്നത്. ദിവസവും യാത്ര ചെയ്യാറുള്ള വഴിയോ ആണ്. ഞാൻ തനിച്ചു പൊക്കോളാം ചേച്ചി. അങ്ങനെ പറയരുത് ചാരു. ആരെങ്കിലും ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ നീ വീട്ടിൽ എത്തിച്ചേരുന്നത് വരെ എന്റെ മനസ്സിനൊരു സമാധാനം. നീ ഒന്നും മിണ്ടാതിരുന്നേ. വിവേക്, ചാരുവിനെ വീട്ടിലൊന്ന് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. മഞ്ജരി, എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നെ? മഞ്ജരി, ആ മേഘനയുടെ കുതന്ത്രങ്ങൾ എന്നെ ഭ്രാന്തിയാക്കിയിരിക്കുക. അവള് കാണിച്ച തോന്നിയാസങ്ങൾക്ക് അവള് ചെരുപ്പെടുത്ത് അടിക്കാനുള്ളതിന് ആ മിഥുൻ ഒരു കുലുക്കും ഇല്ലാണ്ടിരുന്ന കണ്ടില്ലേ? ഓർക്കുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ കാര്യമുണ്ട്. നിന്റെ തീരുമാനങ്ങളിലാണ് തെറ്റ് മഞ്ജരി. അതൊന്നും ആലോചിച്ചു നോക്ക്. അങ്ങനൊന്നും ഇല്ല മോം. ആ മേഘന ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ ഓരോ തീരുമാനം കൃത്യമായിട്ട് തന്നെ ആയേനെ. ആ മേഘന ഓരോ ചൂടിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. എന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചോണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ എന്റെ എൻഗേജ്മെന്റ് നടക്കാനിരുന്നതാ. അത് അവിടം വരെ എത്തിക്കാൻ ഞാൻ എത്ര പാടുപെട്ടാണെന്ന് അറിയോ? ഒടുവിൽ എല്ലാം വെറുതെ ആയി പോയില്ലേ എന്ന് കരുതി ഇവിടെ ഇരുന്നിങ്ങനെ പദം പെറുക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ തീരുമോ മോളെ? എന്നോട് ദേഷ്യപ്പെട്ട കഴിഞ്ഞതൊക്കെ തിരുത്തി എഴുതാൻ പറ്റൂ. കഴിഞ്ഞതൊക്കെ തിരുത്തി എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നടന്നതല്ല മോം നമ്മൾ മാറ്റേണ്ടിയിരുന്നത്. സത്യത്തിൽ ആ മേഘന എന്ന ക്യാരക്ടർ മിഥുന്റെ ജീവിതത്തിലേക്ക് തന്നെ വരാത്ത രീതിയിൽ എല്ലാം മാറ്റി എഴുതേണ്ടതായിരുന്നു. മേഘനയുടെ കഴുത്തിലേക്ക് വീണ മിഥുന്റെ താലി അന്ന് എന്റെ കഴുത്തിലേക്ക് വീണിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ അവസരം നഷ്ടപ്പെട്ടോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങള്. ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണാവോ? എനിക്കും അറിയില്ല മഞ്ജരി. തുടക്കം തൊട്ടേ ഞാൻ നിന്നോട് പറയുന്നതായിരുന്നു, മിഥുനൊരു ഭാര്യ ഉള്ളപ്പോ അവന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടാൻ വലിയ പാടാണെന്ന്. പക്ഷേ ഒരിക്കലും നീ എന്റെ വാക്കുകൾ അനുസരിക്കില്ലല്ലോ. മിഥുനെ വേണം, മിഥുന്റെ സ്നേഹം മാത്രം മതി, നന്ദൻ കുടുംബത്തിലെ മരുമകളാകണമെന്നും പറഞ്ഞ് പകൽക്കിനാവ് കണ്ടുകൊണ്ട് നടക്കുമല്ലേ. ഇനി നിനക്ക് മിഥുന്റെ ഭാര്യയാകാൻ പറ്റൂന്നുള്ളത് പോലും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കയല്ലേ. വഴിയെ പോകുന്ന പ്രശ്നങ്ങളെല്ലാം നീ എടുത്ത് തലയിൽ വെക്കുന്നേ. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അവരോട് ശത്രുത വളർത്തിയെടുത്തിട്ടോ വല്ല പ്രയോജനമുണ്ടോ മഞ്ജരി? മോം പ്ലീസ്. മമ്മി എന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ. പക്ഷെ ആ മേഘനയെ സപ്പോർട്ട് ചെയ്തോണ്ട് ഒരു വാക്ക് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല.